നമസ്കാരം, സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നിരവധി ആളുകൾക്കാണ് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉള്ളത്. പലർക്കും ആദ്യമേ ഇത് തിരിച്ചറിയാൻ പാടാണ്. കൂടാതെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ആളുകൾക്കുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി എന്താണെന്നും എങ്ങനെ ഇതിനെ തിരിച്ചറിയാമെന്നും ഏതൊക്കെ ഭക്ഷണങ്ങളിലൂടെ ഇത് നിയന്ത്രിക്കാം എന്നുമാണ്. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വൈറ്റമിൻ D3 ഇല്ലാത്ത അവസ്ഥയാണ്. വൈറ്റമിൻ D3 നമ്മുടെ അസ്ഥികൾ ബലപ്പെടുത്താനും കരുത്തോടെ നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അസ്ഥികൾക്ക് ആവശ്യമായ കാൽസ്യവും ഫോസ്ഫറസും ശരീരം സ്വീകരിക്കുന്നു. പക്ഷേ വൈറ്റമിൻ D3 ഇല്ലെങ്കിൽ എല്ലുകൾക്ക് ആവശ്യമായ ധാതുവൽക്കരണം നടക്കാതെ പോകും. ഇത് നമ്മുടെ അസ്ഥികളെ തകരാറിലാക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആളുകൾക്ക് വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. പണ്ട് ആളുകൾ വെയിൽ കൊള്ളുമായിരുന്നു. എന്നാൽ ഇന്ന് ആർക്കും വെയിൽ കൊള്ളാൻ അത്ര താല്പര്യമില്ല. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാത്തത് കൊണ്ടും വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടാകും. അതുപോലെ നമ്മുടെ മോശമായ ഭക്ഷണക്രമവും ചില രോഗങ്ങൾ മൂലവും ഇതുണ്ടാകാറുണ്ട്. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഹൃദയരോഗം, വിഷാദം, പ്രമേഹം, ക്യാൻസർ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി നമുക്ക് ഒരു പരിധിവരെ മാറ്റാൻ സാധിക്കുന്ന ഒന്നാണ്. വൈറ്റമിൻ D3 നിലനിർത്താൻ പ്രധാനമായും 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടാകാതിരിക്കാൻ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. അധിക സമയമൊന്നും വേണ്ട, ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. ഇളം വെയിൽ കൊള്ളുന്നതാണ് ഉത്തമം. അതുപോലെ സൂര്യാഘാതം ഏൽക്കാതെ ചെറിയ വെയിൽ മാത്രം കൊള്ളാൻ ശ്രമിക്കണം. രണ്ടാമതായി, വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടാകാതിരിക്കാൻ നല്ല ഭക്ഷണമാണ് കഴിക്കേണ്ടുന്നത്. ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ സംസാരിക്കാം. നിരവധി ഭക്ഷണത്തിലാണ് വൈറ്റമിൻ D3 അടങ്ങിയിട്ടുള്ളത്. ഈ ഭക്ഷണങ്ങൾ നിങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. സാൽമൺ, അയല, മത്തി, ട്യൂണ തുടങ്ങിയ മത്സ്യങ്ങളിൽ വൈറ്റമിൻ D3 ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ ഇതിൽ omega-3 ഫാറ്റി ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഹൃദയത്തിനും തലച്ചോറിന്റെ പ്രവർത്തനത്തെയും സഹായിക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ D അടങ്ങിയിട്ടുണ്ട്. പലരും മുട്ടയുടെ മഞ്ഞക്കരു ദോഷമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാറുണ്ട്. എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ബദാം പാൽ, സോയ, ഓറഞ്ച് ജ്യൂസ് എന്നിവയിൽ വൈറ്റമിൻ D3 ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ പ്രഭാത ഭക്ഷണത്തിൽ ധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്നതും വൈറ്റമിൻ D ലഭിക്കാൻ സഹായിക്കും. മഷ്റൂം കഴിക്കുന്നതും നല്ലതാണ്. ഇതിൽ ധാരാളം സൂര്യപ്രകാശം അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ മിക്ക കൂണുകളിലും D2ഉം ചില ഇനങ്ങളിൽ D3യും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഷ്റൂം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റു പല ഗുണങ്ങളും ഉണ്ടാകാറുണ്ട്. ചീസ്, വെണ്ണ, നെയ്യ് തുടങ്ങിയവയിലും ചെറിയ അളവിൽ വൈറ്റമിൻ D3 അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് കൂടുതലായി കഴിക്കുന്നത് അത്ര ഗുണകരമല്ല. അതുകൊണ്ട് ആഴ്ചയിൽ 1-2 പ്രാവശ്യം നിങ്ങളുടെ ആഹാരത്തിൽ മിതമായ അളവിൽ ഇത് ഉൾപ്പെടുത്താം. അതുപോലെ വിറ്റാമിൻ D3 കുറവുള്ളവർക്ക് സപ്ലിമെന്റുകൾ എടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ സപ്ലിമെന്റുകൾ എടുക്കുമ്പോൾ നല്ല ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടാൽ അടുത്തുള്ള ഡോക്ടറിനെ കാണുകയും വേണ്ട ചെക്കപ്പുകൾ നടത്തുകയും വേണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.